പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുമസിന്റെ നാൾ വഴി ലാളിത്യത്തിൻ്റെതാണ്. ദൈവത്തോടും മനുഷ്യനോടുമുള്ള നിർമ്മലമായ ബന്ധങ്ങളുടേതാണ്. നിർമ്മലമായ സ്വർഗീയമായ സ്നേഹത്തിൻ്റെതാണ്. നിത്യപിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധിയുടെ സുഗന്ധവും രൂപവുമാണ് ക്രിസ്തുമസ്. ഉണ്ണിയേശു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ മാബ്ദാനം വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, ജീവിതത്തിൽ പ്രാർത്ഥനയും പരിത്യാഗവും നോമ്പും ഉപവാസവുമായ മരുഭൂമിയുടെ ലാളിത്യത്തിലൂടെ മാത്രമേ തൻ്റെ ജീവിത ദൗത്യം പൂർണ്ണതയിൽ എത്തിക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞ വലിയ പ്രവാചകൻ. ഈശോയുടെ മാതാവ് മറിയം ബന്ധങ്ങളിൽ, സംസാരത്തിലും ജീവിതത്തിലും മനോഭാവത്തിലും ലാളിത്യത്തിന്റെ പൂർണ്ണതയായിരുന്നു. യേശുവിന്റെ വളർത്തുപിതാവ് വിശുദ്ധ യോസഫ് ലാളിത്യത്തിന്റെ ആൾരൂപം. തൊഴിലാശാരിപ്പണി, സൗന്ദര്യം, ദൈവത്തിൽ ആശ്രയിച്ചുള്ള മൗനം. ലോകരക്ഷകനായ യേശുക്രിസ്തു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ലാളിത്യത്തിന്റെ അടയാളമായ പുൽത്തൊട്ടിയിൽ ഗോശാലയിൽ വന്നു പറന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ശിശുവിനെ അവർ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റി കൊടുക്കുന്ന വൃത്തിയുള്ള സ്ഥലം. എല്ലാവർക്കും നിത്യജീവന്റെ അപ്പമാകാനുള്ളവൻ അവിടെ ഉണ്ണിയായി പിറന്നു. അതും ബത്ലഹേമിൽ, അപ്പത്തിന്റെ നാട്ടിൽ. ലാളിത്യത്തിന്റെ പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞ് അഹങ്കാര ലേശമില്ലാത്ത വളർത്തുമൃഗങ്ങളുടെ വെറുപ്പോ പകയോ അസൂയയോ സ്വാർത്ഥതയോ ഇല്ലാത്ത വിശുദ്ധമായ ലാളിത്യത്തിന്റെ ശാന്തത ഓളം വെട്ടുന്ന ആ തൊഴുത്തിൽ ഈശോയിൽ പ്രിയരെ, യഥാർത്ഥ സന്തോഷം, സമാധാനം, ഐശ്വര്യം, രക്ഷ അനുഭവിക്കുവാൻ ആദ്യ ക്രിസ്തുമസിന്റെ ലാളിത്യത്തിലേക്ക് മടങ്ങാം. അറിവില്ലാത്തതിനെ കുറിച്ച് മൗനം ഭജിച്ച വിശുദ്ധ യോസേപ്പ് ദൈവദൂതൻ നേരിട്ട് പറഞ്ഞപ്പോഴും മനസ്സിൽ ഉയർന്ന സംശയം കൃത്യതയോടെ നേരിട്ട് ചോദിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ മറിയം ദൈവം ആഗ്രഹിക്കുന്ന ലാളിത്യത്തിന്റെ, വിശ്വാസ ലാളിത്യത്തിന്റെ മാതൃകകളാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ലാളിത്യത്തിന്റെ മാതൃകകളായി മാറട്ടെ. ലാളിത്യത്തിന്റെ ശൈലി വിശുദ്ധിയിലേക്കും പുൽക്കൂട്ടിലേക്കും നയിക്കുന്നു. അപ്പോൾ മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന കീർത്തനം നമ്മെ നോക്കി ആലപിക്കും. ബത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.